ഞാനിപ്പോൾ ഒരു കൊലയാളിയുടെ കഥ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങൾ അയാളെ ക്രിമിനൽ എന്ന് വിളിക്കും. ഇക്കൂട്ടത്തിൽ അയാളുടെ ചെറുപ്പകാലവും അയാൾക്ക് ചെറുപ്പത്തിലുണ്ടായ ട്രോമയെല്ലാം കൂടെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾ അയാളെ വിക്ടിം എന്ന് വിളിക്കും. ഇപ്പോൾ ഇവിടെ പെർസ്പെക്റ്റീവ് മാത്രമാണ് മാറിയത്. അതാണ് സിനിമ സ്റ്റോറി ടെല്ലിംഗ് മാത്രമല്ല. ഇന്നത്തെ വീഡിയോയിൽ ഈ പെർസ്പെക്റ്റീവിനെ നല്ല രീതിയിൽ ഉപയോഗിച്ച കുറച്ച് സിനിമകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാമറ ആംഗിൾ മാത്രമല്ല, ആരാണ് കഥ പറയുന്നത്, ആരാണ് മിണ്ടാതിരിക്കുന്നത്, ആരാണ് സത്യമായിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, ആരുടെ അടുത്താണ് ഇമോഷണൽ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർക്കാണ് എക്സ്പ്ലനേഷൻ ഡെലി ചെയ്യപ്പെടുന്നത്. റോഷമോൺ എഫക്റ്റ് എന്ന് ഒരു പ്രാവശ്യവും കേൾക്കാത്ത അധികം ആരും ഉണ്ടാവില്ല. അഖില കുറുസോവ ഡയറക്റ്റ് ചെയ്ത് പുറത്തുവന്ന സിനിമയാണ് റോഷമോൺ. സിനിമയിൽ ഒരേ ഇൻസിഡന്റ് പല ആൾക്കാർ കാണുകയും അവരവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കഥ പറയുകയുമാണ് ചെയ്യുന്നത്. ഓരോരുത്തരും പറയുന്നു അവർ പറയുന്നതാണ് സത്യമെന്ന്, ഓരോരുത്തരും വിശ്വസിക്കുന്നു അവർ പറയുന്നതാണ് സത്യമെന്ന്. പക്ഷേ ഇവിടെ ശരിക്കും എന്താണ് സത്യം? ഇവിടെ സിനിമ പറയുന്നു ട്രൂത്ത് ഈസ് സബ്ജക്റ്റീവ്. റോഷമോൺ ഒരു പ്രോപ്പർ ആൻസർ ഇരുന്നതിന് പകരം മനുഷ്യന്റെ ഈഗോയെ എക്സ്പോസ് ചെയ്യാണ്. മോഡേൺ സിനിമകളിൽ വളരെ ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് മോറൽ ഗ്രേ ക്യാരക്ടേഴ്സ്. ജോക്കറിനെ പോലെ സിനിമ ഇവിടെ ഒരു വിക്ടിമിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണിക്കുകയായിരുന്നെങ്കിൽ ആർതർ ഫ്ലെക്ക് ഒരു സൈക്കോപാത്ത് മാത്രമായി പോയേനെ. പക്ഷെ സിനിമയിൽ ക്യാമറനെ അവന്റെ കൂടെ നിർത്തി. അവനുണ്ടായ ഹ്യൂമിലേഷൻ, ഒറ്റപ്പെടൽ, മാനസിക പ്രശ്നങ്ങളെല്ലാം നമ്മളെ സ്വാധീനിച്ചു. അപ്പോൾ വില്ലൻ എന്നത് മാറി ട്രാജിക് എന്നതിലോട്ടായി. നമ്മൾ ഇദ്ദേഹത്തെ മനസ്സിലാക്കുവാണോ ജസ്റ്റിഫൈ ചെയ്യുവാണോ നമ്മൾ ചിന്തിക്കണം. പെർസ്പെക്റ്റീവ് എംപതി ഉണ്ടാക്കാം, അതുപോലെ തന്നെ തെറ്റിദ്ധാരണ. സിനിമ ഒരു പ്രത്യേക പെർസ്പെക്റ്റീവ് എന്ന് കാണുമ്പോൾ സിനിമയുടെ ആസ്വാദനത്തിനെ തന്നെ ചിലപ്പം ബാധിച്ചേക്കാം. ഓൾഡ് ബോയ് ഡയറക്ട് ചെയ്ത പാർക്ക് ചാൻ വൂക്കിന്റെ 2022 പുറത്തിറങ്ങിയ ഡിസിഷൻ ടു ലീവ് എന്ന സിനിമ കാണുമ്പോഴാണ് ഇത് ഏറ്റവും പ്രകടമായിട്ട് ഫീൽ ചെയ്യുന്നത്. കല്യാണം എല്ലാം കഴിച്ച് ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി, അവർ രണ്ടുപേരും തമ്മിൽ യാതൊരുവിധ പ്രശ്നമില്ല, അവരിടയ്ക്കിടയ്ക്ക് മാത്രമേ കാണുന്നുള്ളൂ. അത് ജോലിയുടെ തിരക്കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തി അവിടെ കണ്ട ഒരു പെണ്ണുമായിട്ട് ഒരു ബന്ധം, അവിഹിതം പുലർത്തുകയാണ്. സിനിമ ഇദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, പക്ഷേ അത് കുറച്ചും കൂടി സബ്റ്റിലായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. ഇദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്നതിലോട്ട്, ഇദ്ദേഹത്തിന്റെ അവസ്ഥ അക്സെപ്റ്റ് ചെയ്യുന്നതിലോട്ട് ഓഡിയൻസിനെ സെഡ്യൂസ് ചെയ്തെടുക്കുന്നു. സിനിമയിലായത് കൊണ്ട് മാത്രമായിരിക്കും പലർക്കും ഇത് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്. അവസാനമായ ഒരു ഇന്ത്യൻ മൂവിയാണ് സത്യജിത് റായ് ഡയറക്ട് ചെയ്ത് 1955 പുറത്തിറങ്ങിയ പതേർ പഞ്ചാലി. സിനിമ ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ സിനിമ ദാരിദ്ര്യത്തെ ഭയങ്കരമായിട്ട് വികാരഭരിതമാക്കുന്നില്ല. കാഴ്ചപ്പാടുകളെ മറ്റൊരു കാഴ്ചയായി സിനിമ മാറ്റുന്നില്ല. ക്യാമറ ഒബ്സർവ് ചെയ്യുന്നു. ഇത് ഭയങ്കര മോറൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. പെർസ്പെക്റ്റീവിനെ നമുക്ക് ചൂഷണം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കാനും പറ്റും. മിക്ക മെയിൻ സ്ട്രീം സിനിമകളും ഇമോഷൻസിനെ പെരുപ്പിച്ച് കാണിക്കുന്നു. പക്ഷെ ഈ സിനിമ നിശബ്ദതയെ വിശ്വസിക്കുന്നു. നമ്മളൊരു സിനിമ കാണുമ്പം ഒരിക്കലും നമ്മൾ സിനിമയെ ഒബ്ജക്റ്റീവ്ലി അല്ല കാണുന്നത്, ഇമോഷണലി ആണ്. ആൻഡ് അതിനെ പെർസ്പെക്റ്റീവ് കൺട്രോൾ ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം നമ്മളൊരു ക്യാരക്ടറുടെ കൂടെ നിൽക്കുമ്പോൾ, അയാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുക, ആരെ സംബന്ധിച്ചിടത്തോളം സിനിമയിലെ മ്യൂസിക്കിനെയോ ഫ്രെയിമിങ്ങിനെയോ അതോ നിന്നെ തന്നെ? സിനിമ സത്യത്തെ ഫീൽ ചെയ്യിപ്പിക്കും. അങ്ങനെ നമുക്ക് സത്യം ഫീൽ ചെയ്യുമ്പം നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിർത്തും. ഇവിടെ ചോദ്യം സിനിമ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നതല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആണോ എന്നതാണ്.